അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അറേബ്യൻ റൈസുകളായ സുർബിയാൻ, ബുഹാരി റൈസ്, അതുപോലെ കബ്സ ഇതിൻ്റെ റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടു നോക്കി നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഫ്രീസ് ചെയ്തിട്ടുള്ള ബട്ടറാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ അല്ല എടുത്തേക്കുന്നത്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള 4 സവോള ചെറുതായി നുറുക്കിയത് ഒന്ന് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് വാടി കിട്ടണം. ഇത് വാടുന്ന ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് തന്നെ ഇനാബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സവാള വാടി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പട്ട, കരയാമ്പൂ, ഏലക്ക, ബേ ലീഫ്. കരയാമ്പൂ ഒരു 4 എണ്ണം, ഏലക്ക ഒരു 4 എണ്ണം, ബേ ലീഫ് 1-2 എടുക്കാം, പട്ട ഒരു ചെറിയൊരു കഷ്ണം. ഇതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. ഇതൊരു 1/4 കപ്പോളം ഉണ്ട്. ഒരു 5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട്. ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ആ മണക്കൊന്ന് മാറി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാതും നന്നായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2.5 ടീസ്പൂൺ അറേബ്യൻ മസാല. ഇതാണ് മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഫ്ലേവർ കൊടുക്കുന്നത് ഈ മസാലയാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. നന്നായി ഒന്നിട്ട് വാട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബാണ്. അതിട്ട് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് തക്കാളി, ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതാക്കി മുറിച്ച് അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ തക്കാളിയും സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാതും നന്നായി വാടി വരുന്നുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വലിയ കഷ്ണങ്ങളായിട്ട് വേണം ചിക്കൻ എടുക്കാൻ. ഞാനൊരു 3 പീസാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെള്ളം അളന്നിട്ട് വേണം എടുക്കാനായിട്ട്. അരി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഡബിൾ വെള്ളമാണ് എടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തേക്കുന്നത് 3 കപ്പ് അരിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 6 കപ്പ് വെള്ളമാണ്. അതിന് ആദ്യം തന്നെ 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ വേവിക്കാനായിട്ട്. ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നതിന് ശേഷം ചിക്കൻ പീസ് ഇതിലേ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഒരു 1/4 കപ്പ് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഈ മസാല വെള്ളത്തിൽ കിടന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് കിട്ടണം. ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായി വെന്ത് കിട്ടണം. ഇപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഡ്രൈ ലെമൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കുന്ന ടൈമിൽ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മസാല പുരട്ടി വയ്ക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് എടുത്തേക്കുന്നത്, ആവശ്യത്തിന് ഫുഡ് കളർ, പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ ജ്യൂസ്. ഇതെല്ലാം കൂടി എടുത്തിട്ട് ചിക്കനിലേക്ക് നന്നായി പുരട്ടിയെടുക്കാം. എല്ലാ വശത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് പുരട്ടിയെടുക്കാം. റെഡ് ചില്ലി സോസ് ഒരു 5 റെഡ് ചില്ലി കുരു കളഞ്ഞ് എടുത്തതും ഒരു 1/4 ഭാഗം ടൊമാറ്റോ കൂടി ഒന്ന് അരച്ചെടുത്തതാണ്. ഇത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിലേക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അളന്ന് 1 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ടുള്ള അരി വെള്ളം എല്ലാം കളഞ്ഞ് സ്ട്രെയിനറിൽ വെച്ച് വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഉള്ള അരിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നമ്മുടെ അരി വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ലൈറ്റായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുള്ള ചിക്കനാണ്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ റൈസ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. റൈസ് തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് ഇനി പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അല്പം മല്ലിയില തൂവി കൊടുക്കാം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബുഖാരി റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കഴിക്കാൻ തയ്യാറായി. എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അടുത്തതായിട്ട് ഇനി നമ്മൾ തയ്യാറാക്കുന്നത് സുർബിയാൻ റൈസാണ്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളത് നോക്കി നോക്കാം. സിമ്പിളാണ് റെഡിയാക്കാനായിട്ട്. ഈ നോമ്പ് തുറയ്ക്കൊക്കെ നമ്മൾ ഇഫ്താർ പാർട്ടിക്കൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള റൈസാണ്. ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 5 സവോള, വലിയ സവോളയാണ് എടുത്തേക്കുന്നത്. അത് ഇട്ടിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കണം.
സവോള പൊരിച്ചെടുക്കുമ്പോൾ ഒരേ സൈസിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ചിലത് വലിപ്പം കൂടാനും കുറയാനും അങ്ങനെ ഒന്നും ആവാൻ പാടില്ല. അല്ലെങ്കിൽ സവോള ഒരേ സൈസിൽ അരിഞ്ഞെടുത്തില്ലെങ്കിൽ വറുത്തെടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ശരിക്കും നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഒരേ സൈസിൽ തന്നെ വറുത്തെടുക്കണമെന്ന് പറയുന്നത്. പിന്നെ ബാച്ചായിട്ട് വേണം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ എല്ലാതും ഒരേ ടൈമിൽ തന്നെ വറുത്തെടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ഫുള്ള് സവോളയും ഇതേപോലെ നല്ല രീതിയിൽ കരിയാണ്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. കരിയാണ്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ റൈസിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇത് ഹാഫ് വേവാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തേക്കാണ്. ഹാഫ് വേവ് മാത്രമാണ് ആയിട്ടുള്ളൂ. ഇനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളിയാണിത്. ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, വെച്ചെടുക്കാനായിട്ടാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഇതും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നന്നായി പേസ്റ്റ് ആക്കിയിട്ട് ഇനി ഇത് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തൈരാണ്. 1/4 കപ്പോളം തൈരാണ് എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിലുള്ള തൈര് അല്പം കട്ടി കുറവായിരുന്നു. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു പുളിക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഒരു ഹാഫ് ടൊമാറ്റോ കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇനി അരച്ചെടുക്കാനായിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള സവോള, ഒരു 2 പിടി സവോള ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. ഈ അരപ്പാണ് കോഴിയിലേക്ക് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായി ഞാൻ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ടിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഞാൻ ആദ്യം തന്നെ ഉപ്പ് ഇടാനായിട്ട് മറന്നുപോയി. അതുകൊണ്ടാണ് പിന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ തന്നെ ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് അല്പം ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പിൻ്റെ അളവ് എത്ര വേണ്ടത് വെച്ചെങ്കിൽ എടുക്കാം. ഞാൻ ഒരു 3/4 ടീസ്പൂണോളമാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇതിലേക്ക് ഒരു 2 ഉരുളൻകിഴങ്ങ് കൂടി വേണം. ഇതും കൂടി വലിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചേക്കാണ്. അതുകൂടി ഇട്ടിട്ട് വേണം ചിക്കനും ഉരുളൻകിഴങ്ങും കൂടിയിട്ട്. ചിക്കനും ഉരുളൻകിഴങ്ങും 1 മണിക്കൂറോളം മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എങ്കിലാണ് ഈ ചിക്കനിലേക്ക് നന്നായി മസാല പറ്റി പിടിച്ച് ഇരിക്കുകയുള്ളൂ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ആ ടൈമിൽ അരി വേവിക്കാനായിട്ടുള്ള വെള്ളം വെക്കാം. ഈ അരി ഊറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് പ്രശ്നമല്ല. ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. പട്ട 2 കഷ്ണം, ഏലക്കായ 3 എണ്ണം, കരയാമ്പൂവ് ഒരു 4-5 എണ്ണം, പിന്നെ ചെറിയ ജീരകം 1/2 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിന് അരി വേവാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അരിയിലേക്കായിട്ട്. പിന്നെ ഇത് ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ വേവിച്ച് വെക്കുമ്പോൾ കിട്ടിയിട്ടുള്ള സ്റ്റോക്കാണ്, അതുകൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഇതിലേക്ക് 2 മാഗ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കൊണ്ടാണ് ഇട്ട് കൊടുത്തത്. ഇനി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബസ്മതി റൈസാണ്, വലിയ അരിയാണ് ഈ റൈസ് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് കേട്ടോ അരി ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് ഒരു 3/4 വേവ് മാത്രമാണ് ആവേണ്ടത്. അതായത് ഒരു 60% ഒക്കെ വേവ് മാത്രം ആയി കിട്ടിയാൽ മതി. പിന്നെ ഉപ്പിൻ്റെ അളവൊക്കെ നോക്കണം കേട്ടോ. ചിക്കനിലേക്കുള്ള ഉപ്പാണ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് ചിക്കൻ വേവിക്കാനായിട്ട്. പിന്നെ അരിയിലേക്കുള്ള, അതായത് റൈസ് വേവിക്കുമ്പോൾ എത്ര വേണ്ടത് വെച്ചാൽ ആ ഉപ്പ് കൂടി നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇപ്പോൾ റൈസ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു 60% വെന്തപ്പോൾ ഞാൻ ഊറ്റിയെടുത്തു. വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി ഈ പോട്ടിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള സവോള അതൊരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ ഒരു ഹാഫ് വേവ് ആക്കാതെ തന്നെ വേണമെങ്കിൽ ഇതേപോലെ മസാലയൊക്കെ പുരട്ടിയിട്ട് വെച്ചിട്ട് ഇതേപോലെ ദമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. എനിക്കൊന്നും കൂടി ഇഷ്ടം ഇതേപോലെ വേവിച്ചിട്ട് ഒന്ന് ദമ്മാക്കി എടുക്കുന്നതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫസ്റ്റ് തന്നെ വേവിച്ചെടുത്തേക്കുന്നത്. അതല്ലാതെ തന്നെ ഇങ്ങനെ മസാല പുരട്ടിയിട്ട് പിന്നെ ദമ്മിലിട്ടിട്ട് വേവിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ
ഉരുളൻകിഴങ്ങും മസാലയും ചിക്കനൊക്കെ കൂടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലാണ് റൈസ് 60% മാത്രം വെന്തിട്ടുള്ള റൈസാണ് ആഡ് ചെയ്ത് വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ റോസ് വാട്ടറിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തേക്കാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി ഉള്ള നമ്മുടെ സവോള മുരിപ്പിച്ചെടുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ കൂടി വറുത്തെടുത്തത് ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാഞ്ഞത്. ഇനി ഇത് അരമണിക്കൂറോളം എന്തായാലും ദമ്മിലിട്ട് വെക്കണം. ടൈറ്റ് ആക്കിയിട്ട് ദം ചെയ്ത് വെക്കണം, എങ്കിലാണ് റൈസ് സെറ്റായി വരുള്ളൂ. ചിക്കനും ഉരുളൻകിഴങ്ങും ഒക്കെ നന്നായി വെന്ത് കിട്ടണം. അതിന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അരമണിക്കൂറോളം എന്തായാലും വെക്കണം. അപ്പോഴാണ് ഫുൾ ഫ്ലേവറൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ചിക്കൻ നന്നായി വെന്ത് ഉരുളൻകിഴങ്ങും റൈസും എല്ലാം പാകത്തിനുള്ള വേവായി. ഇപ്പം ഞാൻ സെർവ് ചെയ്യാനായിട്ട് മാറ്റിയെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ബിരിയാണിയാണ് സുർബിയാൻ റൈസ്. നല്ല ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ആ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ കബ്സ റെഡിയാക്കാനായിട്ട് ഞാനൊരു കുക്കർ ആദ്യം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കിലോ ബീഫാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യണം. 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആഡ് ചെയ്യേണ്ടത് 1/2 ടീസ്പൂൺ കബ്സ മസാലയാണ്. ഇനി ഇതെല്ലാം കൂടി ഇറച്ചിയിലേക്ക് ആവുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ബീഫ് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് വേറൊരു പോട്ട് വെച്ച് കൊടുക്കാം. ബീഫ് വേവാനായിട്ട് ഒരു 5 വിസിൽ മതി. 3/4 വേവോളം കിട്ടിയാൽ മതിയാകും. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ സവോളയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. കനം കുറഞ്ഞ് അരിഞ്ഞതാണ്. ഇതൊന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പച്ചമസാലകളാണ്. അതായത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചത്. ഇതൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് നടുവൊന്നും കീറാതെ തന്നെയാണ്, മുഴുവനായി തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഒരു 1/2 ക്യാരറ്റാണ്. ഇത് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. നന്നായി ചെറുതാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സ്പൈസസ് ആണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഡ്രൈ ലെമൺ, ഒരു 2 ചെറിയ കഷ്ണം പട്ട, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 4-5 ഗ്രാമ്പു, ഒരു 4-5 ഏലക്കായ, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ജാതിക്ക പൊടി, ഒരു മാഗി ക്യൂബ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയ കബ്സ മസാലയാണ്. ഇതൊരു 4-5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി റൈസിലേക്ക് ആവശ്യമായ ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായി വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ തൊലിയും സീഡൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഈ ടൊമാറ്റോ പ്യൂരി നമ്മുടെ റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ മസാലകളൊക്കെ റെഡിയായി വന്നു. അപ്പം ഞാൻ വേറൊരു അടുപ്പിലാണ് ബീഫ് വേവിച്ചത്. ബീഫ് വേവിച്ച വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. 1/4 കപ്പ് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ബീഫ് വേവിച്ചത്. ഇപ്പോൾ അത് 1 കപ്പായി ബീഫിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ്. പിന്നെ ഈ കപ്പിലാണ് ഞാൻ റൈസ് അളന്നെടുത്തിട്ടുള്ള 3 കപ്പ് റൈസാണ്. അപ്പോൾ 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. ബാക്കി 5 കപ്പും കൂടി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരിയാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ആദ്യം തന്നെ അല്പം ഇട്ടാൽ മതി. പിന്നെ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. 3/4 വേവ് മാത്രമായിട്ടുള്ള ബീഫാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ബാക്കിയുള്ള വേവ് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ആയിക്കോളും. റൈസ് എടുത്തേക്കുന്നത് ബസ്മതി റൈസാണ്. ഇത് 1 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ള റൈസാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. റൈസും ബീഫും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അല്പം മല്ലിയില കൂടി തൂവിയിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം.
ഇനി നമുക്ക് ഈ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള സലാഡ് ഹറ റെഡിയാക്കാം. അതിനായിട്ട് ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഹാഫ് ക്യാരറ്റ്, ഒരു വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, പിന്നെ അല്പം മല്ലിയില, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 ബേ ലീഫും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അതുകൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കബ്സ, ബീഫ് കബ്സ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അല്പം വെള്ളം കൂടി ഒന്ന് വലിഞ്ഞ് കിട്ടാനായിട്ടുണ്ട്. അതിനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്കത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം അതാ ഫുള്ളായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ട് നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കബ്സയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ അതാ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കബ്സ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള സലാഡ് ഹറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഈ കബ്സ, ബീഫ് കബ്സ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യണം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയി.